അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സാഹിത്യം. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഇറ്റ്സ് എ പോം എന്നാണ് അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ വരുന്നത്. പോം മീൻസ് കവിത. ആൻഡ് ദ നെയിം ഓഫ് ദ പോം ഈസ് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ ബൈ നസീം ഇസീക്കലിൻ്റെ പോവത്തിൻ്റെ പേരാണ് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ. നമുക്ക് ആദ്യം ഈ ഒരു പോയിറ്റിനെ കുറിച്ച് അറിയണം അല്ലേ. പോയിറ്റിനെ കുറിച്ച് വി വോണ്ട് ടു നോ മോർ അബൌട്ട് ദ പോയിറ്റ്. നമുക്ക് കവിയെ കുറിച്ച് നോക്കാം. നസീം ഇസീക്കൽ, അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പാനാണ് കൊടുത്തിട്ടുള്ളത്. 1924 to 2004 ആണ്. വാസ് ആൻ ഇന്ത്യൻ പോയിറ്റ്, ഇന്ത്യക്കാരനായിട്ടുള്ളൊരു കവിയാണ്. ആക്ടർ, പ്ലേ റൈറ്റ്, എഡിറ്റർ ആൻഡ് ആർട്ട് ക്രിറ്റിക്. സോ ഒരു കവി, ഇന്ത്യക്കാരനായിട്ടുള്ള കവിയാണ്. ആക്ടറാണ്, നടനാണ്. പ്ലേ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നാടകങ്ങളൊക്കെ എഴുതുന്ന ഒരാളാണ്. എഡിറ്ററാണ്, ഏതെങ്കിലും ന്യൂസ് പേപ്പറിൻ്റെയൊക്കെ എഡിറ്ററാണ്. അതുപോലെ തന്നെ ആർട്ട് ക്രിറ്റിക്കാണ്, അതായത് കലയെ വിമർശിക്കുന്ന ഒരു ആളും കൂടിയാണ്. ഹി വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫിഗർ ഓഫ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. ഒരു ഇൻഡിപെൻഡൻസിന് ശേഷം വന്നൊരു കാലഘട്ടത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററാണ് നസീം ഇസീക്കൽ. ഹി റിസീവ് സാഹിത്യ അക്കാദമി അവാർഡ് ഇൻ 1983 ഫോർ ഹിസ് പോയട്രി കളക്ഷൻ ലേറ്റർ ഡേ പ്ലാംസ്. ഈ ഒരു കളക്ഷന് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ദെൻ ഹിസ് മേജർ വർക്ക്സ് ഇൻക്ലൂഡ് കളക്ഷൻസ് ഓഫ് പോയട്രി ലൈക്ക് ടൈം ടു ചേഞ്ച്, 60 പോംസ്, കളക്റ്റഡ് പോംസ്, സ്നേക്ക് സ്കിൻ ആൻഡ് അതർ പോംസ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്സാണ്. അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. നസീം ഇസീക്കൽ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററാണ്. അദ്ദേഹം ഒരേ സമയം പോയിറ്റും ആക്ടറും പ്ലേ റൈറ്റും എഡിറ്ററും ഒക്കെയാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് ഫിഗറാണ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ടൈമിലെ. അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പോയട്രി കളക്ഷന്. ദെൻ അദ്ദേഹത്തിന് ഇമ്പോർട്ടൻ്റ് വർക്ക്സും നോക്കുക. ഓക്കെ, നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ പോത്തിലേക്ക് കിടക്കാം, നമ്മുടെ കവിതയിലേക്ക് കിടക്കാം. ആൻഡ് ദ നെയിം ഓഫ് ദ പോം ഈസ് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ. വളരെ എന്താ പറയുക, സിമ്പിളായിട്ടുള്ളൊരു പോവാണിത്. ഒറ്റ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു പോം. സ്കോർപ്പിയൻ എന്ന് പറഞ്ഞാൽ തേളാണ്. അതിൻ്റെ വാലിലാണ് വിഷം ഉള്ളത് എന്ന് പറയുന്നത്. പോയ്സൺ അതിൻ്റെ ടെയിലിൻ്റെ അറ്റത്താണെന്നാണ് പറയണത്. അങ്ങനെ തേള് എന്നാണ് അതിൻ്റെ മലയാളത്തിൽ പറയുക. ഇവിടെ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. മോസ്റ്റ് പീപ്പിൾ ബിലീവ് ഇൻ സൂപ്പർസ്റ്റിഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അന്ധവിശ്വാസം. നമ്മളിൽ പലരും, ഒരുപാട് പേര് അന്ധവിശ്വാസങ്ങളുള്ളവരാണെന്ന് പറയാണ്. ഈസ് ദർ എനി റീസൺ ഫോർ സൂപ്പർസ്റ്റിഷ്യൻസ് ബീങ് സോ കോമൺ? ഓരോ ദിവസം ചെല്ലുന്തോറും മനുഷ്യൻ്റെ അന്ധവിശ്വാസം കൂടി വരികയാണ്. അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടോ, കാരണമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഈസ് ദർ എനി റീസൺ ബിഹൈൻഡ് ടു ഇൻക്രീസ് ദ സൂപ്പർസ്റ്റിഷ്യൻസ് ഡേ ബൈ ഡേ? ഓരോ ദിവസം കഴിയും തോറും അന്ധവിശ്വാസങ്ങൾ കൂടി വരാൻ എന്തെങ്കിലും കാരണമുണ്ടോ, ഡിസ്കസ് ചെയ്യാൻ പറയുകയാണ്. ഓക്കെ, ഇതൊരു ജസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചെന്നേ ഉള്ളൂ. നമുക്ക് പോയത്തിലേക്ക് കിടക്കാം. ഈ ഒരു പോയത്തിൽ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത് പോയിറ്റ് ഉണ്ട്, പോയിറ്റിൻ്റെ അമ്മയുണ്ട്, അച്ഛനുണ്ട്. പിന്നെ പോയിറ്റ് ഒരു വില്ലേജിലാണ് താമസിച്ചിരുന്നത്. അവിടുത്തെ കുറേ വില്ലേജേഴ്സും ഉണ്ട്. പോം സ്റ്റാർട്ട് ചെയ്യാം. ഐ റിമെമ്പർ ദ നൈറ്റ് മൈ മദർ വാസ് stung by a scorpion. 10 hours of steady rain had driven him to crawl beneath a sack of rice. So these are the first 4 lines. പോയിറ്റ് പറയാണ്, I remember the night. ഞാൻ ആ രാത്രി ഇന്നും ഓർക്കുന്നു. ഏത് രാത്രി? My mother was stung by a scorpion. എൻ്റെ അമ്മയെ ഒരു തേള് കടിച്ച രാത്രി ഞാൻ ഇന്നും ഓർക്കുന്നു. 10 hours of steady rain. അന്നത്തെ രാത്രിയുടെ പ്രത്യേകത എന്തായിരുന്നു? 10 മണിക്കൂർ നിലയ്ക്കാതെ മഴ പെയ്യായിരുന്നു. ആ മഴ സഹിക്കാൻ വയ്യാതെ ആയപ്പോഴാണ് A steady rain had driven him.
ഇവിടെ ഡ്രൈവ് ആൻഡ് ഹിം എന്നുദ്ദേശിക്കുന്നത് ആരെയാണ്? സ്കോർപ്പിയനെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ശക്തമായ മഴ പെയ്തപ്പോഴാണ് സ്കോർപ്പിയൻ എങ്ങോട്ട് വന്നത്? ടു ക്രോൾ ബിനീത്ത് എ സാക്ക് ഓഫ് റൈസ്. പോയിറ്റിൻ്റെ വീട്ടിൽ ഒരു അരിയിലെ ചാക്ക്, സാക്ക് എന്ന് പറഞ്ഞ ചാക്കാണ്, അരിയിലെ ചാക്ക് ഉണ്ടായിരുന്നു. ആ ചാക്കിൻ്റെ അടിയിൽ ആര് ഒളിച്ചിരുന്നു? ഈ ഒരു സ്കോർപ്പിയൻ ഒളിച്ചിരുന്നു എന്ന് പറയാണ്. സോ ഒരു ഫസ്റ്റ് ലൈനിൽ നമുക്ക് കാണാൻ പറ്റും മൈ മദർ. മൈ മദർ എന്ന് പറയുമ്പോൾ എന്താ? മ് സൗണ്ട് അവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. മ് സൗണ്ട്. മ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കൺസണൻറ്റ് സൗണ്ടാണ്. അപ്പോൾ കൺസണൻറ്റ് സൗണ്ട്സ് ഒരു ലൈനിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കോൾഡ് അലിട്രേഷൻ. അതിന് നമ്മൾ എന്തെന്ന് പറയും? അലിട്രേഷൻ എന്ന് പറയും. കൺസണൻറ്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മളതിനെ എന്തെന്ന് പറയും? അലിട്രേഷൻ എന്ന് പറയും. മൈ മദർ അതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ ആ 4 വരിയിൽ പറയുന്നത് എന്താ? അന്ന് രാത്രി ഞാൻ ഒരിക്കലും മറക്കില്ല, എൻ്റെ അമ്മയെ തേള് കൂട്ടിയ രാത്രിയാണ്. അന്ന് 10 മണിക്കൂറോളം മഴയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു സ്കോർപ്പിയൻ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നതും ആ വീട്ടിൽ ഒരു അരിയുടെ ചാക്കുണ്ടായിരുന്നു, അതിൽ ഒളിച്ച് ഇരുന്നതും. മൂന്നാമത്തെ ലൈനിലെ ഹിം എന്ന് പറയുന്നത് സ്കോർപ്പിയൻ ഇനിയാണ് അവിടെ റെഫർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലൈൻസ് നോക്കാം. പാർട്ടിങ് with his poison flash of diabolic tail in the dark room, he risked the rain again. Parting with his poison എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു തേളിൻ്റെ, ആ ഒരു സ്കോർപ്പിയൻ്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന പോയ്സൺ, വിഷം അമ്മയ്ക്ക് കൊടുത്തു, അതായത് അമ്മേനെ കുത്തി. ഫ്ലാഷ് ഓഫ് ഡയബോളിക് ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ആ വിഷമുള്ള ടെയിലിനെ ആണ് പറയണത്, പിൻഭാഗത്തുള്ള പോയ്സൺ ഉള്ള ടെയിലിനെ. ഇൻ ദ ഡാർക്ക് റൂം, ആ ഒരു റൂമിൽ വെച്ചിട്ട് അമ്മേനെ കുത്തി. ഹി റിസ്ക് ദ റെയിൻ എഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് വീണ്ടും മഴയത്തേക്ക് തന്നെ ആ ഒരു സ്കോർപ്പിയൻ പോയി. ഇവിടെ എഗെയിൻ നമുക്കൊരു അലിട്രേഷൻ കാണാൻ പറ്റും. ആ ഒരു ലൈനിൽ ഡയബോളിക്കും ഉണ്ട്, ഡാർക്ക് റൂമും ഉണ്ട്. ഡ സൗണ്ട് അവിടെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ഡയബോളിക്കിൽ ഡ സൗണ്ട്, ഡാർക്ക് ഡ സൗണ്ട്. എഗെയിൻ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ അലിട്രേഷൻ. ഓക്കെ, അപ്പോൾ അമ്മയെ എന്ത് ചെയ്തു? കുത്തിയിട്ട് സ്കോർപ്പിയൻ പോയി, വീണ്ടും മഴയത്ത് പോയി. നെക്സ്റ്റ് ലൈൻസ് നോക്കുക. ദ പെസൻസ് കെയിം ലൈക്ക് സ്വാംസ് ഓഫ് ഫ്ലൈസ് ആൻഡ് ബസ്റ്റ് ദ നെയിം ഓഫ് ഗോഡ് 100 times ടു പാരലൈസ് ദ ഇവിൾ വൺ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു പോയിറ്റ് താമസിച്ചിരുന്നത് എവിടെയാണ്? ഒരു വില്ലേജിലാണ്. അപ്പോൾ വില്ലേജിലുള്ള ആളുകളുടെ പ്രത്യേകത സിറ്റീസിലെ പോലെയൊന്നുമല്ല. എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ അവരൊക്കെ ഇങ്ങനെ ഓടി വരും. അപ്പോൾ ഈ അമ്മയുടെ നിലവിളി കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കർഷകരൊക്കെ ഓടി വന്നു. എന്തുപോലെ വന്നു എന്നാണ് പറയണത്? ലൈക്ക് സ്വാംസ് ഓഫ് ഫ്ലൈസ്, തേനീച്ചരൊക്കെ ഒരു കൂട്ടം വരുന്ന പോലെ. അപ്പോൾ ഈ ഒരു ലൈനിൽ നമുക്ക് കാണാൻ പറ്റും ലൈക്ക് എന്നൊരു വാക്ക് കാണാൻ പറ്റും. ആ പെസൻസ്, ആ ഗ്രാമത്തിലെ ആളുകൾ ഒരുമിച്ച് വന്നത് ഒരു തേനീച്ചക്കൂട്ടം വരുന്നതിനോടാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? കമ്പയർ ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ സിമിലി. when we compare a thing to another with the terms like or as, we can call it a simile. നമ്മൾ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. അതിൽ ലൈക്കോ ആസോ ഉണ്ടെങ്കിൽ നമ്മളതിനെ സിമിലി എന്നുള്ള പോയറ്റിക് ഡിവൈസ് ആണെന്നാണ് പറയുക. സോ ഈ ഒരു ലൈനിൽ നമുക്ക് ഒരു പോയറ്റിക് ഡിവൈസ് ഉണ്ട്, സിമിലി. ഓക്കെ, ക്ലിയർ ആണോ? ദ പെസൻസ് കെയിം ലൈക്ക് സ്വാംസ് ഓഫ് ഫ്ലൈസ് ആൻഡ് ബസ്റ്റ് ദ നെയിം ഓഫ് ഗോഡ് 100 times ടു പാരലൈസ് ദ ഇവിൾ വൺ. ഈ ഒരു കർഷകർ, ഞാൻ പറഞ്ഞു, തേനീച്ചേര കൂട്ടം വരുന്ന പോലെ വന്നു. അവർ ദൈവത്തെ വിളിക്കാനായിട്ട് തുടങ്ങി. ഒരു 100 തവണയെങ്കിലും അവർ ദൈവത്തെ വിളിച്ചു. എന്താ അവർ പറഞ്ഞത്? എത്രയും പെട്ടെന്ന് ഈ ഒരു തേളിനെ കണ്ടെത്തി കൊല്ലണം. അപ്പോൾ അവരുടെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ധവിശ്വാസമാണ് കേട്ടോ. സൂപ്പർസ്റ്റിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു തേള് കടിച്ചു കഴിഞ്ഞാൽ ആ ഒരു തേള് പിന്നെയും മൂവ് ചെയ്യുകയാണെങ്കിൽ അത് കടിച്ച ആളുടെ പെയിൻ കൂടുമെന്നാണ് പറയുക. എപ്പോഴാണോ ആ ഒരു തേളിനെ നമ്മൾ കണ്ടെത്തിയിട്ട് അതിനെ കൊല്ലുന്നത്, അപ്പോഴാണ് ഈ ആളുടെ പെയിൻ, അത് കടിച്ച ആളുടെ പെയിൻ കുറയുള്ളൂ എന്നാണ് അവിടുത്തെ ആളുകളുടെ ഒരു അന്ധവിശ്വാസം. അതുകൊണ്ടാണ് അവർ ദൈവത്തെ ഒരുപാട് തവണ വിളിച്ചത് ഈ ഒരു തേളിനെ കണ്ടെത്താനും അതിനെ കൊല്ലാനും.
വിത്ത് കാൻഡിൽസ് ആൻഡ് വിത്ത് ലാൻഡേൺസ്, മെഴുകുതിരികളും, ലാൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, റാന്തൽ വിളക്കുകളും, ത്രോയിങ് ജെയിൻറ്റ് സ്കോർപ്പിയൻ ഷാഡോസ് ഓൺ ദ മഡ് ബേക്ക്ഡ് വാൾസ്. ഓക്കെ, അപ്പോൾ ഈ പെസൻസ്, അവിടെ ഉണ്ടായിരുന്ന കർഷകർ, അവരുടെ കയ്യിൽ കാൻഡിൽസ് ഉണ്ട്, മെഴുകുതിരി ഉണ്ട്, ലാൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, റാന്തൽ വിളക്കുകളുണ്ട്. അവർ ഈ ഒരു സ്കോർപ്പിയനെ തെരഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ ആ ഒരു രാത്രിയിൽ അവരുടെ നിഴലുകൾ ഈ ഒരു വാളിൽ കാണാമായിരുന്നു. അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് കുറച്ചും കൂടെ വലിയ സ്കോർപ്പിയൻസ് ആണോ ഈ മനുഷ്യർ എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ വലിയ മനുഷ്യരാണോ എന്നാണ്, കുറച്ചും കൂടെ വലിയ സ്കോർപ്പിയൻസ് ആണോ ഈ പെസൻസ് എന്നാണ് തോന്നുന്നത്. ദേ സെർച്ച്ഡ് ഫോർ ഹിം, അവർ ഒരുപാട് തവണ ഈ ഒരു സ്കോർപ്പിയന് വേണ്ടി തെരഞ്ഞു. ഹി വാസ് നോട്ട് ഫൗണ്ട്, പക്ഷെ സ്കോർപ്പിയനെ കണ്ടെത്താനായിട്ട് പറ്റിയില്ല. ദേ ക്ലിക്ക്ഡ് ദെയർ ടങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെ അതിനെ കണ്ടെത്താൻ പറ്റാതെ ആയപ്പോൾ അവിടെ അവരെല്ലാവരും കൂട്ടം കൂടിയിരുന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങി. വിത്ത് എവറി മൂവ്മെൻറ്റ് ദ സ്കോർപ്പിയൻ മെയ്ഡ് ഹിസ് പോയ്സൺ മൂഡ് ഇൻ മദേഴ്സ് ബ്ലഡ്, ദേ സെഡ്. അപ്പോൾ അവർ പറയുന്ന ഓരോ കാര്യങ്ങളും പോയിറ്റ് ഇവിടെ നമുക്ക് വിവരിച്ച് തരികയാണ്. അന്ന് അവർ പറഞ്ഞ കാര്യങ്ങൾ. ഈ ഒരു സംഭവം നടക്കുമ്പോൾ പോയിറ്റ് വളരെ ചെറിയ കുട്ടിയാണ്. അപ്പോൾ അന്ന് ആ ഒരു എന്താ പറയുക, പെസൻസ് അവിടെ ഇരുന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പോയിറ്റ് പറയുന്നത്. അത് സൂപ്പർസ്റ്റിഷ്യൻസ് ആണ് കേട്ടോ, ഒക്കെ അന്ധവിശ്വാസങ്ങളാണ്. എന്താ പറഞ്ഞേ, സ്കോർപ്പിയൻ ഈ കടിച്ച തേള് ഓരോ മൂവ്മെൻറ്റ് വയ്ക്കുമ്പോഴും, അതായത് അത് മൂവ് ചെയ്യുമ്പോൾ അമ്മേരെ ബോഡിയിൽ പോയ്സൻ്റെ എമൗണ്ട് കൂടുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, മേ ഹി സിറ്റ് സ്റ്റിൽ ദേ സെഡ്. അപ്പോൾ ആ ഒരു സ്കോർപ്പിയൻ്റെ മൂവ്മെൻറ്റ് നിൽക്കുമ്പോൾ മാത്രമാണ്, അതായത് സ്കോർപ്പിയൻ മരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ കൊല്ലുമ്പോൾ മാത്രമാണ് അമ്മേരെ പെയിൻ കുറയുള്ളൂ എന്നൊക്കെയാണ് അവരുടെ ഒരു വിശ്വാസം, അന്ധവിശ്വാസം. പിന്നെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താ, May the sins of your previous birth be burned away tonight, they said. അവരെന്താ പറഞ്ഞേ, മേ ദ സിൻസ്, സിൻ എന്ന് പറഞ്ഞാൽ എന്താ, പാപം. ഓഫ് യുവർ പ്രീവിയസ് ബർത്ത് എന്ന് പറഞ്ഞാൽ എന്താ, കഴിഞ്ഞ ജന്മത്തിലെ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സ്കോർപ്പിയൻ കടിച്ചതോടുകൂടെ പോയിട്ടുണ്ടാവും എന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിലോ, മേ യുവർ സഫറിങ് ഡിക്രീസ് ദ മിസ്ഫോർച്യൂൺസ് ഓഫ് യുവർ നെക്സ്റ്റ് ബർത്ത്. അല്ല എങ്കിൽ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ആ ഒരു ജന്മത്തിൽ ദുരന്തങ്ങൾ കുറയും എന്നും പറയുന്നുണ്ട് ഈ ഒരു സ്കോർപ്പിയൻ കടിച്ചതുകൊണ്ട്. ഇതെല്ലാം എന്താണ്, 1 by 1 സൂപ്പർസ്റ്റിഷ്യൻസ് ആണ് അല്ലേ. മേ ദ സം ഓഫ് ഓൾ ഇവിൾ ബാലൻസ് ഇൻ ദിസ് അൺറിയൽ വേൾഡ് എഗെയിൻസ്റ്റ് ദ സം ഓഫ് ഗുഡ്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ശരിയും തെറ്റും തമ്മിലുള്ള ഒരു ബാലൻസ് ആയിട്ട് ഈ ഒരു സ്കോർപ്പിയൻ കടിച്ചതിനെ കാണാം എന്നും പറയുന്നുണ്ട്. എല്ലാം എന്താണ്, അന്ധവിശ്വാസങ്ങളാണ്. Become diminished by your pain, may the poison purify your flesh. എന്താ പറയുന്നത്, ഈ ഒരു സ്കോർപ്പിയൻ കടിച്ചിട്ടുള്ള ഈ ഒരു വിഷം, ഈ ഒരു പോയ്സൺ നിങ്ങളുടെ ഫ്ലഷിനെ, അതായത് നിങ്ങളുടെ ബോഡീനെ, ശരീരത്തിനെ ശുദ്ധീകരിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. പ്യൂരിഫൈ യുവർ ഫ്ലഷ് ഓഫ് ഡിസയർ ആൻഡ് യുവർ സ്പിരിറ്റ് ഓഫ് അംബിഷൻ, ദേ സെഡ്. അവരെന്താ പറയുന്നത്, ഈ ഒരു പോയ്സൺ ഒരു പക്ഷേ നിങ്ങളുടെ ഫ്ലഷ് ഓഫ് ഡിസയറിനെ, നിങ്ങളുടെ ആഗ്രഹത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ എംബിഷനെ, എക്കാലത്തെയും നിങ്ങളുടെ സ്വപ്നത്തെ ഒക്കെ എന്ത് ചെയ്യും, പ്യൂരിഫൈ ചെയ്യും, ശുദ്ധീകരിക്കും എന്ന് പറയുന്നുണ്ട്. ആൻഡ് ദേ സാറ്റ് അറൗണ്ട്. അപ്പോൾ ചിത്രത്തിൽ കാണാൻ പറ്റും അവർ ചെയ്യുന്ന കാര്യം. പോയിറ്റിൻ്റെ അമ്മയാണ് അവിടെ കിടക്കുന്നത്, ചുറ്റും അവരിങ്ങനെ ഇരിക്കുകയാണ്, ഇരുന്നവർ പ്രാർത്ഥിക്കുകയാണ്. വെറും പ്രാർത്ഥന മാത്രമാണ്, അല്ലാതെ വേറെ മരുന്ന് ചെയ്യുമോ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോവോ ഒന്നും അവർ ചെയ്യുന്നില്ല. വെറുതെ ഇരുന്ന് ഒരേ കാര്യങ്ങൾ ഇങ്ങനെ അന്ധവിശ്വാസങ്ങൾ പറഞ്ഞ് പ്രാർത്ഥന. ഓക്കെ, ഓൺ ദ ഫ്ലോർ വിത്ത് മൈ മദർ ഇൻ ദ സെൻറ്റർ. അമ്മേനെ സെൻറ്ററിൽ കെടുത്തിയിട്ടാണ് ഇവർ ചുറ്റും എല്ലാവരും ഇരിക്കുന്നത്. ദ പീസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓൺ ഈച്ച് ഫേസ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ മനസ്സിലായി എന്ന പോലെ നോക്കുന്നുണ്ട്. മോർ കാൻഡിൽസ്, മോർ ലാൻറ്റേൺസ്, മോർ നെയ്ബേഴ്സ്, മോർ ഇൻസെക്ട്സ് ആൻഡ് എൻഡ്ലെസ് റെയിൻ.
ആ ഒരു മഴയുടെ പ്രത്യേകത എന്തായിരുന്നു? ഒരുപാട് ക്യാൻഡിൽസ് ഉണ്ടായിരുന്നു, ഒരുപാട് ലാൻഡേഴ്സ് കമ്പി റാന്തലുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് നെയ്ബേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സൗണ്ടൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ എലിട്രേഷൻ എക്സാമ്പിളാണ്. അതുപോലെ സെക്കൻഡ് ലൈനിൽ സെഡ് ആൻഡ് ദേ സാറ്റ് റൗണ്ട് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അതൊക്കെ എലിട്രേഷൻ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും അമ്മയ്ക്ക് ചുറ്റും ഇരിക്കുന്നതാണ് അവിടെ കാണുന്നത്. അമ്മേരെ ഈ ഒരു വിവരം അറിഞ്ഞിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. കൂടുതൽ ഗ്രാമവാസികൾ വരാനായിട്ട് തുടങ്ങി. അതാണ് പറയുന്നത് മോർ കാൻഡിൽസ് മോർ ലാൻഡേൺസ്. കൂടുതൽ മെഴുകുതിരികൾ വന്നു, കൂടുതൽ കമ്പിറാന്തൽ വന്നു, മോർ നെയ്ബേഴ്സ് വന്നു, അതുപോലെ തന്നെ കൂടുതൽ പ്രാണികൾ ഇൻസെക്ട്സ് വന്നു. മഴയാണെങ്കിൽ നിർത്താതെ പെയ്യാണ്. മൈ മദർ ട്വിസ്റ്റഡ് ത്രൂ ആൻഡ് ത്രൂ ഗ്രോണിങ് ഓൺ എ മാറ്റ്. അതേസമയം അമ്മേരെ കണ്ടീഷൻ എന്താ? അമ്മ ട്വിസ്റ്റ് ചെയ്തിരിക്കുക. ട്വിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? വളഞ്ഞിരിക്കുക. എന്തുകൊണ്ടാണ് വളയുന്നേ? വേദന കൊണ്ട് അമ്മ ഗ്രോൺ ചെയ്യുന്നുണ്ട്. ഗ്രോൺ മീനിങ് എന്താണ്? മുരളുക. വേദന കൊണ്ട് അമ്മ ചുറ്റി മുരളുന്നുണ്ട്. ഇനി മറ്റൊരു കഥാപാത്രം ആ സമയത്തുണ്ട് അവിടെ. അതാരാണ്? മൈ ഫാദർ, പോയറ്റിൻ്റെ അച്ഛൻ. സ്കെപ്റ്റിക് റാഷണലിസ്റ്റ്. സ്കെപ്റ്റിക്കിൻ്റെ അവിടെ മീനിങ് കൊടുത്തിട്ടുണ്ട്. സ്കെപ്റ്റിക് മീൻസ് വൺ ഹൂ ക്വസ്റ്റ്യൻസ് ഇറാഷണൽ ബിലീഫ്സ് അൺലെസ് ദർ ഇസ് എ പ്രൂഫ്. അന്ധവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരാളെയാണ് എന്തെന്ന് പറയുക? സ്കെപ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ അന്ധവിശ്വാസങ്ങളോട് എതിർപ്പുള്ള ഒരാളായിരുന്നു പോയറ്റിൻ്റെ അച്ഛൻ. റാഷണലിസ്റ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? കാരണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ആളും ആയിരുന്നു. ട്രൈങ് എവറി കേഴ്സ് ആൻഡ് ബ്ലെസ്സിങ്. അദ്ദേഹം മാക്സിമം അമ്മേനെ രക്ഷിക്കാനായിട്ട് നോക്കുകയാണ്, മാക്സിമം അമ്മേരെ വേദന കുറയ്ക്കാൻ. എന്തൊക്കെയാണ് അച്ഛൻ ചെയ്യുന്നത്? പൗഡർ ഇടുന്നുണ്ട്, മിക്സ്ചർ ഇടുന്നുണ്ട്, ഹെർബ് പച്ചമരുന്നുകൾ തേക്കുന്നുണ്ട്. ഹി ഈവൻ പോർഡ് എ ലിറ്റിൽ പാരഫിൻ. പാരഫിൻ വരെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാരഫിൻ എന്ന് പറഞ്ഞാൽ എന്താ? എ ടൈപ്പ് ഓഫ് ഓയിൽ ഒബ്റ്റെയിൻ ത്രൂ റിഫൈനിങ് പെട്രോളിയം. പെട്രോൾ ഇങ്ങനെ റിഫൈൻ ചെയ്ത് കിട്ടുന്ന ഒരു തരം ഓയിലാണ് പാരഫിൻ. അതുവരെ അമ്മേരെ ആ ഒരു സ്കോർപ്പിയൻ്റെ കുത്ത് കിട്ടിയ ആ ഒരു ഭാഗത്ത് അച്ഛൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദ ബൈറ്റ് ആൻഡ് ടോ, കടിച്ചിട്ടുള്ള ഒരു ടോയിൽ ആൻഡ് പുട്ട് എ മാച്ച് ടു ഇറ്റ്. അവിടെ പാരഫിൻ ഒഴിച്ചിട്ട് അച്ഛൻ ജസ്റ്റ് ഒന്ന് തീ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗം അവിടെ നിന്ന് ആ ഒരു എന്താ പറയുക, കടിച്ച ആ ഒരു വിഷം ഇറങ്ങാനും അവിടെ ഒരു കരിയൽ വരാനുമാണത്, ബേൺ ചെയ്യാനാണ്. ഐ വാച്ച് ദ ഫ്ലെയിം ഫീഡിങ് ഓൺ മൈ മദർ. അപ്പോൾ കൊച്ചുകുട്ടിയായിട്ടുള്ള പോയിട്ട് നോക്കി നിൽക്കുകയാണ് അമ്മേരെ ആ ഒരു ശരീരത്തിൽ, ആ ഒരു കാലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ തീ ഫ്ലെയിം കത്തുന്നത്. ഇനി ഐ വാച്ച് ദ ഹോളി മാൻ. ഹോളി മാൻ എന്ന് പറഞ്ഞാലാ? ഇതിലും മതവിശ്വാസിയായിരിക്കും, ഒരു സന്യാസി പോലെയുള്ള ഒരാളാണ് ഹോളി മാൻ. അപ്പോൾ ഈ പോയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹോളി മാൻ എന്താ ചെയ്തേ? പെർഫോം ഹിസ് റൈറ്റ്സ്. പൂജകൾ ചെയ്യാണ് അമ്മേരെ പെയിൻ കുറയാനായിട്ട്. ടു ടെയിം ദ പോയ്സൺ ഇറങ്ങാനായിട്ട്, വിഷം ഇറങ്ങാനായിട്ട് പൂജകൾ ചെയ്യാണ് ഈ ഒരു സന്യാസി. വിത്ത് ആൻ ഇൻകാൻറ്റേഷൻ. ഇൻകാൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മന്ത്രങ്ങൾ ഉരുവിടുക എന്നാണ് മീനിങ്. ഇവിടെ മീനിങ് കൊടുത്തിട്ടുണ്ട്. ദ ആക്ട് ഓഫ് ചാൻഡിങ് സ്പെഷ്യൽ വേർഡ്സ് ആസ് എ പാർട്ട് ഓഫ് റിച്വൽ. ഈ പൂജയ്ക്ക് മന്ത്രങ്ങൾ ചൊല്ലില്ലേ, അതാണ് ഇൻകാൻറ്റേഷൻ. അപ്പം അങ്ങനെ ഇൻകാൻറ്റേഷൻ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട് ആര്? ഈ ഒരു ഹോളി മാൻ, സന്യാസി. അമ്മേരെ പെയിൻ കുറയാൻ, വിഷം ഇറങ്ങാൻ. ലാസ്റ്റ് ലൈൻസിലേക്ക് കിടക്കാണ്. ആഫ്റ്റർ 20 hours. ആഫ്റ്റർ 20 hours എന്ന് പറഞ്ഞാൽ എന്താ? ഒരു 20 മണിക്കൂറുകൾക്ക് ശേഷം. നമുക്കറിയാം 24 hours ആണ് 1 day. ഇവിടെ ഓൾമോസ്റ്റ് എത്രയായി? 20 hours ആയി. 20 മണിക്കൂറുകൾക്ക് ശേഷം ഇറ്റ് ലോസ്റ്റ് ഇറ്റ്സ് സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു പെയിൻ അമ്മയ്ക്ക് സ്റ്റിങ്, അമ്മയ്ക്ക് ആ പെയിൻ ഒരു 20 മണിക്കൂറുകൾക്ക് ശേഷം അമ്മയ്ക്ക് ആ പെയിൻ ഒന്ന് കുറഞ്ഞു. ആ സമയത്ത് അമ്മ പറഞ്ഞ വാക്ക് എന്താ? മൈ മദർ ഓൺലി സെഡ്. ഒരു കാര്യം അമ്മ പറഞ്ഞുള്ളൂ. താങ്ക് ഗോഡ്, ദൈവത്തിന് നന്ദി. ദ സ്കോർപ്പിയൻ പിക്ഡ് ഓൺ മീ. തേള് എന്നെയാണ് കടിച്ചത്. ആൻഡ് സ്പെയർഡ് മൈ ചിൽഡ്രൻ. എൻ്റെ മക്കൾ രക്ഷപ്പെട്ടു. ഓക്കെ, അതാണ് അമ്മ പറഞ്ഞ വാക്കുകൾ. ദൈവത്തിന് നന്ദി, തേൾ എന്നെയാണ് കടിച്ചത്, എൻ്റെ മക്കളെ രക്ഷപ്പെടുത്തി. സോ താങ്ക് ഗോഡ് എന്നായിരുന്നു അമ്മേരെ വാക്കുകൾ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് 2 തീംസാണ് വരുന്നത്.
ഒന്നാമത്തെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ അൺകണ്ടീഷണൽ ലവ് ഓഫ് എ മദർ ടുവേർഡ്സ് ഹിസ് ചിൽഡ്രൻ. ഈ ലോകത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ഒരു കണ്ടീഷനും വെക്കാതെ സ്നേഹിക്കാൻ പറ്റാവുന്ന ഒരേ ഒരാളാരാണ്? മദറാണ്. എത്ര ബാഡ് സിറ്റുവേഷനിലാണെങ്കിലും അമ്മ ആഗ്രഹിക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? മക്കൾ സേഫായിട്ടിരിക്കാനായിരിക്കും. ഇവിടുത്തെ പോയിറ്റിൻ്റെ അമ്മയും അത് തന്നെയാണ് ആഗ്രഹിച്ചത്. ആ തേള് കുത്തി ഒരുപാട് പെയിൻ അനുഭവിക്കുമ്പോഴും അമ്മ വിചാരിച്ചത് എൻ്റെ മക്കളെ കുത്തിയില്ലല്ലോ, അവർ സേഫ് ആയല്ലോ എന്നാണ്. സോ അൺകണ്ടീഷണൽ ലവ് ഓഫ് ദ മദർ ടുവേർഡ്സ് ഹെർ ചിൽഡ്രൻ ആണ് ഇതിലെ ഫസ്റ്റ് തീമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ഒരു തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർസ്റ്റിഷ്യൻസ് വേഴ്സസ് റീസണിങ്, അല്ലെങ്കിൽ സൂപ്പർസ്റ്റിഷ്യൻസ് വേഴ്സസ് റിയാലിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരേ സമയം തന്നെ ഒരുപാട് സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ആളുകളെ കാണാൻ പറ്റും, അന്ധവിശ്വാസങ്ങളുള്ള ആളുകളെ. ഇന്നും ഒരുപാട് അന്ധവിശ്വാസങ്ങളുള്ള ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ. അപ്പോൾ അങ്ങനെയുള്ള സൂപ്പർസ്റ്റീഷ്യൻസ്. അതേസമയം നമ്മൾ ഈ ഒരു സൂപ്പർസ്റ്റീഷ്യൻസിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് മാത്രം അസുഖവും കാര്യങ്ങളും മാറുമോ? ഇല്ല. അപ്പോൾ അവിടെ എന്ത് വേണം? നമ്മൾ സയൻസും കാര്യങ്ങളൊക്കെ നമ്മളവിടെ യൂസ് ചെയ്യണം. അങ്ങനത്തെ ഒരു അച്ഛനെയും നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു സൂപ്പർസ്റ്റിഷനും റിയാലിറ്റിയും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാസ്റ്റും എന്താണ് ഈ ഒരു പോവത്തിൽ തീമായിട്ട് വരുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പോം ബൈ നസീം ഇസീക്കലാണ്. ഈ ഒരു സ്മോൾ പോയമാണ്, വായിക്കാനും അതിൻ്റെ മീനിങ്ങും ഒക്കെ എളുപ്പമാണ്. കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടെ ഉണ്ട്. അപ്പോൾ അത് പിന്നെ മിസ് ഇട്ട് തരാം. ഓക്കെ, താങ്ക് യു.